നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം അവിഹിത പ്രണയം എങ്ങനെ നിർത്താം എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി അറിയിക്കാനും മറക്കരുത്. പല ആൾക്കാരുടെയും ആവശ്യം തന്നെയാണ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അഫെയർ ഉണ്ടെങ്കിൽ ആ അഫെയർ നിർത്തണം എന്നുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് കുറേ നാൾ പ്രണയിച്ചു കഴിഞ്ഞ് അതിനുശേഷമായിരിക്കും ചിന്തിക്കുന്നത് എങ്ങനെയാണ് ഇതിപ്പോൾ നിർത്തേണ്ടത്. ജാതി പ്രശ്നമാണ്, മതം പ്രശ്നമാണ്. ഇപ്പോൾ അതല്ല, വിവാഹം കഴിഞ്ഞ ഒരു വ്യക്തിയാണെങ്കിൽ ഭാര്യയെയോ ഭർത്താവിനെയോ ചതിക്കണം. ഈ ഒരു ബന്ധം അവസാനിപ്പിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്നവർ ഉണ്ടാകും. അങ്ങനെ ഒരു ആഗ്രഹം സ്വയം തോന്നിയ ആൾക്കാർക്ക് എങ്ങനെയാണ് പ്രണയത്തിൽ നിന്ന് സ്വയം ഊരിപ്പോകാം എന്നതാണ് നമ്മൾ ഇന്നിവിടെ പറയുന്നത്. ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ ഒരിക്കലും മാറ്റാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു തീരുമാനം എടുക്കുക എന്നതാണ്. എന്നുവെച്ചാൽ പിരിയണം, വേറിട്ട് നിൽക്കണം എന്നുള്ള ഒരു തീരുമാനം നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ആ തീരുമാനത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം എന്നുള്ളതാണ്. എന്നുവെച്ചാൽ പിന്നീട് നിങ്ങളുടെ ഇമോഷൻസ്, ഫീലിങ്സ്, സങ്കടം വരുന്നുണ്ട്, ആളെ വിളിക്കാതിരിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള അവസ്ഥ വരരുത്. അങ്ങനെയൊരു അവസ്ഥ വന്നാലും ശരി, നിങ്ങൾ ഒരിക്കലും കോണ്ടാക്റ്റ് ചെയ്യില്ല. ഇതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഇനി ഇതും കൊണ്ട് അങ്ങോട്ടില്ല ബന്ധം എന്ന് പറയുന്ന അവസ്ഥയിലുള്ള ആ തീവ്രമായ തീരുമാനം അല്ലെങ്കിൽ ഉറപ്പ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം. അതൊരിക്കലും വ്യതിചലിക്കാൻ പാടില്ലാത്ത ഒരു തീരുമാനം ആയിരിക്കണം. എടുത്ത ആ തീരുമാനം നിങ്ങൾ മാറ്റാൻ പാടില്ല എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ട കാര്യം, എന്തൊക്കെ രീതിയിൽ നിങ്ങൾ ബന്ധമുണ്ടോ ആ ബന്ധം മുഴുവനായി നിങ്ങൾ നിർത്തുക എന്നതാണ്. എന്നുവെച്ചാൽ നിങ്ങൾ ഫോൺ വിളിക്കുന്നുണ്ടാകും, വീഡിയോ കോൾ ചെയ്യുന്നുണ്ടാകും, അങ്ങനെ പല പല കാര്യങ്ങളിൽ നിങ്ങൾ തമ്മിലുള്ള എല്ലാ രീതിയിലുള്ള ബന്ധങ്ങളും ഒഴിവാക്കുക എന്നതാണ്. വെറുതെ ഒഴിവാക്കുക എന്നതല്ല, കംപ്ലീറ്റ് നിർത്തുക എന്നതാണ്. ബ്ലോക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളയണം. ആ ബ്ലോക്ക് ഒരിക്കലും പിന്നീട് മാറ്റരുത്, തുറന്നു കൊടുക്കരുത്. എന്തെങ്കിലും ഒരു സാഹചര്യം വന്നു, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് ടെൻഷൻ അടിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ ഭയങ്കരമായി മിസ് ചെയ്യാൻ തുടങ്ങി, അങ്ങനെ എന്ന് തന്നെ വന്നാലും നിങ്ങൾ തുറന്നു കൊടുക്കരുത്. അതായത് ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലാവാം, വാട്സപ്പിലാവാം, ഫേസ്ബുക്കിലാവാം, അങ്ങനെ ഏതിലുമാവാം. പക്ഷേ നിങ്ങളത് തുറന്നു കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. ചിലപ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നുമ്പോൾ, 2 ദിവസമൊക്കെ കഴിഞ്ഞ് സങ്കടം കൂടുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ തുറന്നു കൊടുക്കാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, ആദ്യം എടുത്ത തീരുമാനം നിങ്ങൾ ഒരിക്കലും മാറ്റരുത്. ഉറച്ച തീരുമാനമായിരിക്കണം. രണ്ടാമത്തെ കാര്യം, കംപ്ലീറ്റ് ബ്ലോക്ക്, യാതൊരുവിധ കോണ്ടാക്റ്റിനും ചാൻസ് കൊടുക്കരുത് എന്നതാണ്. വീണ്ടും പറയുകയാണ്, അതിന് നിങ്ങൾ സജ്ജമാകണമെങ്കിൽ എടുത്ത തീരുമാനം സ്ട്രോങ് ആയിരിക്കണം. മൂന്നാമതായി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾ ഇതുപോലെ കോണ്ടാക്റ്റൊക്കെ മൊത്തമായി സ്റ്റോപ്പ് ചെയ്യുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ നിങ്ങൾ ഈ കോണ്ടാക്റ്റുകളൊക്കെ ബ്ലോക്ക് ചെയ്യുന്നതിന് മുമ്പ്, അതുമല്ലെങ്കിൽ ഈ പരിപാടി അവതരിപ്പിക്കുന്നതിന് മുമ്പ്, പറയുന്നതിന് മുമ്പ്, അതായത് പിരിയാം, നമുക്കിത് വേണ്ട എന്ന തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ആ വ്യക്തിയുടെ ഫോണിനകത്തുള്ള എന്തെങ്കിലും നിങ്ങളുമായി ബന്ധമുള്ള തെളിവുകൾ ഉണ്ടെങ്കിൽ ആ തെളിവുകൾ നിങ്ങൾ മുഴുവൻ റിമൂവ് ചെയ്യണം. ഡിലീറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഡിലീറ്റ് ചെയ്യണം. അതല്ലെങ്കിൽ മെമ്മറി കാർഡ് ഉണ്ടെങ്കിൽ എടുത്ത് നിങ്ങൾ മാറ്റണം. ആ തെളിവുകൾ നശിപ്പിക്കണം എന്നാണ് പറയാനുള്ളത്. നല്ല കാലത്താണ്, നല്ല സമയത്താണ്, നല്ല പ്രണയത്തിൻ്റെ ഒരു ഘട്ടത്തിലാണെങ്കിൽ ഇതൊന്നും സംശയിക്കില്ല. പക്ഷേ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പതിയെ പതിയെ ചോദിച്ചറിഞ്ഞ്, അതൊക്കെ കണ്ടുപിടിച്ച്, കമ്പ്യൂട്ടറിൽ നിന്ന്, അവരുടെ ലാപ്ടോപ്പിൽ നിന്നും, അവരുടെ മൊബൈലിൽ നിന്നും എവിടെയൊക്കെ എന്തൊക്കെയുണ്ടോ അതൊക്കെ നിങ്ങൾ പതിയെ പതിയെ അവരറിയാതെ കണ്ടുപിടിച്ച് ഡിലീറ്റ് ചെയ്ത് കളയണം.
ഡിലീറ്റ് ചെയ്താലും എടുക്കാൻ പറ്റും എന്നത് മറ്റൊരു വസ്തുതയാണെങ്കിലും നിങ്ങളുടെ ഒരു മനസ്സമാധാനത്തിന് പറ്റുമെങ്കിൽ അതൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയുക. പറ്റുക ആണെങ്കിൽ അതൊക്കെ നശിപ്പിച്ചു കളയുക. അങ്ങനെയുള്ള മെമ്മറി കാർഡൊന്നും വേണ്ട. ഡാറ്റകളെല്ലാം എടുത്തു കൊടുത്തതിന് ശേഷം അത് മെല്ലെ മെല്ലെ ഡിലീറ്റ് ചെയ്ത് കളയുക. അതിനുശേഷം പതുക്കെ പതുക്കെ നിങ്ങൾ ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചാൽ മതി. ഇല്ലെങ്കിൽ നാളെ നിങ്ങൾക്കെതിരായിട്ടുള്ള ഒരു ആയുധമായിട്ട് ചിലപ്പോൾ ആ തെളിവുകൾ മാറിയേക്കാം. ഒരുപക്ഷെ നിങ്ങളിപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്ക് ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി നിങ്ങളുടെ ജീവിതം ഇല്ലാതാകും. ഇപ്പോൾ അതല്ല, നിങ്ങൾ കല്യാണം കഴിച്ച വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ഭാര്യക്കോ ഭർത്താവിനോ ഈ തെളിവുകൾ കാണിച്ചു കൊടുത്താലും നിങ്ങളുടെ ജീവിതം ഇല്ലാതാകും. അപ്പോൾ ആ ആൾ പറയുന്ന വരച്ച വരയിൽ നിങ്ങൾ നിൽക്കേണ്ട ഒരു അവസ്ഥ നിങ്ങൾക്ക് വരും. ഒരു ബ്ലാക്ക് മെയിലിംഗ് തന്നെ. അതിനുള്ള അവസരം നിങ്ങൾ ഒരിക്കലും കൊടുക്കരുത്. കാരണം നിങ്ങൾ ആ വ്യക്തിയെ ഉപേക്ഷിച്ചു പോകുമ്പോൾ ആ വ്യക്തി ചുമ്മാ ഇരിക്കില്ല. നല്ല പണി തരാനേ പിന്നെ നോക്കുക. അപ്പോൾ അതിനു വേണ്ടിയാണ് പറഞ്ഞത്, ഉള്ള തെളിവുകളെല്ലാം മുഴുവൻ നശിപ്പിച്ചതിന് ശേഷം മാത്രമേ ഇത് അവതരിപ്പിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. നാലാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങൾ നേരിട്ട് കാര്യങ്ങൾ പറയുക എന്നതാണ്. ഏറ്റവും എളുപ്പത്തിൽ അവതരിപ്പിക്കുക എന്നത് നേരിട്ട് അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോൺ വഴിയേ പറ്റുള്ളൂ. ദൂരെയാണ്, അതല്ല ആൾ കുറച്ച് ദേഷ്യമുള്ള കൂട്ടത്തിലാണെങ്കിൽ നിങ്ങൾ അടുത്തു ചെന്ന് അടികൊള്ളാനോ ശരീരത്തിന് ഹാനികരമാകുന്ന ഒരു പണിക്കും നിൽക്കേണ്ടല്ലോ. അപ്പോൾ ഫോണിലൂടെയാണെങ്കിലും ശരി, ഒഴിവാക്കുകയാണ്, പിൻവാങ്ങുകയാണ്, ഇനി എന്നെ പ്രതീക്ഷിക്കേണ്ട എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. പറയുക എന്നതാണ് നാലാമത്തെ സ്റ്റെപ്പ്. അഞ്ചാമത്തെ കാര്യമാണ്, നമ്മൾ യാതൊരു കാരണവശാലും പിരിഞ്ഞ വിവരം അല്ലെങ്കിൽ അകന്ന വിവരം നിങ്ങളുടെ കൂട്ടുകാരുടെ അടുത്തോ അല്ലെങ്കിൽ അയാളുടെ കൂട്ടുകാരുടെ അടുത്തോ ഒന്നും പറയരുത് എന്നുള്ളതാണ്. കാരണം കൂട്ടുകാർ തമ്മിൽ ഇതിനകത്ത് കൂടെ പണിയാനുള്ള ചാൻസ് ഉണ്ട്. അവർ അവിടെയും ഇവിടെയും വന്ന് ഏഷണി പറയുക, കുത്തിക്കൊടുക്കുക, പരദൂഷണം പറയുക, അങ്ങനെ ചെയ്യ്, ഇങ്ങനെ ചെയ്യ്. അതൊക്കെ പിന്നീട് ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് എത്തുകയും അവർ തമ്മിൽ പിരിഞ്ഞു അല്ലെങ്കിൽ അവർ തമ്മിൽ അടിച്ചു പിരിഞ്ഞടി എന്ന ലെവലിലേക്ക് പോകും. എന്നു മാത്രമല്ല, ഈ പറഞ്ഞ വ്യക്തികളിൽ ഒരാളുടെ അടുത്തു വന്ന് പരദൂഷണം പറയാനും അവരെ കലി കയറ്റാനും കാരണമാകും. ചിലപ്പോൾ സത്യത്തിൽ ഒന്നും ഉണ്ടാകില്ല, മറ്റവൻ ഇവനെ പിരികേറ്റി വിട്ടതായിരിക്കും. നമ്മളിത് കേട്ടിട്ട് വേറെ രീതിയിലൊക്കെ ചിന്തിക്കും. അത് പ്രശ്നങ്ങളിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ പിരിഞ്ഞ വിവരം പ്രത്യേകിച്ച് കൂട്ടുകാരുടെ അടുത്തോ നാട്ടുകാരുടെ അടുത്തോ പറയണമെന്നില്ല എന്നാണ് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പറയുന്ന വ്യക്തിയുടെ, അതായത് നിങ്ങൾ അകറ്റി നിർത്തിയത്, ആ അകറ്റി നിർത്തിയ വ്യക്തിയുടെ കൂട്ടുകാരുടെ അടുത്തോ പരിചയക്കാരുടെ അടുത്തോ പോയിട്ട് ആൾ എങ്ങനെ ഇരിക്കുന്നു, സുഖമായി ഇരിക്കുന്നുണ്ടോ, വേറെ വിവാഹം കഴിച്ചോ, അല്ലെങ്കിൽ ഇപ്പോൾ എന്താ ചെയ്യുന്നേ, ടെൻഷൻ അടിച്ച് നടക്കുകയാണോ, ജോലിക്ക് പോകുന്നില്ലേ, അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. എന്നുവെച്ചാൽ നിങ്ങൾ പിരിഞ്ഞതിന് ശേഷം ആണല്ലോ ടെൻഷൻ, അയാൾ ഇപ്പോൾ എന്തു ചെയ്യുന്നു എന്ന് അറിയില്ല. കാരണം നിങ്ങൾ ബ്ലോക്ക് ചെയ്യാൻ പറഞ്ഞ പോലെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വിവരം അറിയണമെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരുമായി ബന്ധപ്പെട്ടാലേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ അറിയാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാലും കുഴപ്പമാണ്. ഈ ചോദിച്ച ആൾക്കാർ ആരുടെ അടുത്താണോ നിങ്ങൾ ചോദിച്ചത്, ആ ചോദ്യം കേട്ടവർ എന്തു ചെയ്യും? നേരെ ചെന്നിട്ട് അവിടെ അറിയിച്ചു കഴിഞ്ഞാലും പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെ അത് വേണ്ടാത്ത ഒരു കാര്യമാണ്, നല്ല ഒരു പ്രവണത അല്ല. നിങ്ങൾ ആരും അവരെക്കുറിച്ച് അന്വേഷിക്കരുത്. അതുമാത്രമല്ല, നിങ്ങളുടെ മനസ്സിൽ നിന്ന് ആ വ്യക്തി ഇറങ്ങിച്ചെല്ലണമെങ്കിൽ നിങ്ങൾ പരമാവധി ആ വ്യക്തിയെ മറക്കാൻ ശ്രമിക്കണം എന്നതാണ്. അപ്പോൾ പിന്നെ ആ ആളെ അന്വേഷിച്ച് നടന്നാൽ നിങ്ങൾക്ക് മറക്കാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും ആ ഓർമ്മകൾ നിങ്ങളിൽ നിന്ന് പോകില്ല. എന്നു മാത്രമല്ല, നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുകയും ചെയ്യും, സ്വാധീനിക്കുകയും ചെയ്യും. അത് നിങ്ങളുടെ കുടുംബജീവിതത്തെയും, അതല്ല ബാച്ചിലർ ലൈഫ് ആണെങ്കിൽ ശരി, എല്ലാറ്റിനെയും ബാധിക്കും.
എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ആറാമതായിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതമാണോ, അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിച്ച ആ വ്യക്തി പോയിട്ട് ആത്മഹത്യ ചെയ്യും, ഞാൻ അങ്ങനെ ചെയ്യും, ഞാൻ ഇങ്ങനെ ചെയ്യും, അത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്താനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആ ആളുടെ അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിച്ച ആ വ്യക്തിയുടെ ജീവിതം, അല്ലെങ്കിൽ അതൊന്നുമല്ല നിങ്ങൾക്ക് പ്രധാനം. എന്തുകൊണ്ട് എന്നാൽ നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത് നിങ്ങളുടെ കുട്ടികൾ, നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ ഭർത്താവ്, നിങ്ങൾ കല്യാണം കഴിച്ചവരാണെങ്കിൽ, അതല്ല നിങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾ, 10-25 കൊല്ലം നിങ്ങളെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കൾ. നിങ്ങൾക്ക് 0 ആണോ? എന്താണ് നിങ്ങൾ വില കൊടുക്കുന്നത്? നിങ്ങൾ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കാരണം നാളെ നിങ്ങളും ഇതുപോലെ പേരൻസായി മാറും. അപ്പോൾ നിങ്ങളും ഇതുപോലെ അനുഭവിക്കുമ്പോൾ മനസ്സിലാകും ആ വേദന എത്ര ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങളൊന്ന് തിരിച്ച് ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു. ബാച്ചിലേഴ്സ് ആണെങ്കിൽ ചിന്തിക്കുക, നിങ്ങൾ ആരെയാണ് ചതിക്കുന്നത്, അല്ലെങ്കിൽ ആരെയാണ് നിങ്ങൾ വേദനിപ്പിക്കാൻ പോകുന്നത് എന്ന്. അപ്പോൾ അവരെക്കാൾ വലുതല്ല ഇന്നലെയോ മിഞ്ഞാന്നോ കണ്ടിട്ടുള്ള ആൾ. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. കുടുംബത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, ആ വ്യക്തിയേക്കാൾ വലുതാണ് നമുക്ക് നമ്മുടെ കുടുംബം. കുടുംബമാണെങ്കിൽ കുട്ടികൾ, ഭാര്യ, ഭർത്താവ്, അച്ഛൻ, അമ്മ, ഇതൊക്കെയാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ഈ പറയുന്ന കുട്ടികളെയും ഭാര്യയെയും മാതാപിതാക്കളെയും സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ഇതിനെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് അവനെ അല്ലെങ്കിൽ അവളെ സ്നേഹിക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളത് ചിന്തിക്കുക. അതുമാത്രമല്ല, അവൻ്റെ ജീവിതത്തിൽ എത്രത്തോളം അല്ലെങ്കിൽ അവളുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇതിന്നല്ലെങ്കിൽ നാളെ. നമ്മൾ അങ്ങനെയല്ലേ പറയാറ്? പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ. അതിനുള്ള ചാൻസ് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. പിടിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ കൂടെ ജീവിക്കാനും സമൂഹം സമ്മതിക്കില്ല, അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളവരും സമ്മതിക്കില്ല. നമുക്കിപ്പോൾ കൂടെയുള്ളവരെയും നഷ്ടപ്പെടും. കക്ഷത്തിലിരിക്കുന്നത് കിട്ടില്ല, ഉത്തരത്തിലിരിക്കുന്നത് പോകുകയും ചെയ്യും. ഈ പറയുന്ന അവസ്ഥയിലെത്തും. അപ്പോൾ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ വേണ്ട, ആ ബന്ധം മതി, ഇനി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല, ഈ ബന്ധം അവസാനിപ്പിക്കാം എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ 5-6 കാര്യങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യണം. ഇതിനകത്ത് നിങ്ങൾ അമാന്തം കാണിക്കരുത്. എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക. പറയാനുള്ള കാര്യങ്ങൾ പറയുക. അതിനു മുമ്പ് വേണ്ടത് ഡിലീറ്റ് ചെയ്യുക. പറഞ്ഞ കാര്യങ്ങൾ ഫോളോ ചെയ്യുക ആണെങ്കിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ഡീൽ ചെയ്യാം. സ്വയം നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ആ അഫയറിൽ നിന്ന് നിങ്ങൾക്ക് പിന്മാറാൻ പറ്റും. നിങ്ങളുടെ ഇപ്പോൾ ഉള്ള കുടുംബവും നിങ്ങളുടെ ഇപ്പോൾ ഉള്ള ബന്ധങ്ങളും ഊഷ്മളമായി വളർത്താനും പറ്റും. അതിൽ നിന്ന് നിങ്ങൾക്ക് ആവോളം സന്തോഷം കണ്ടെത്തുകയും ചെയ്യാം. കാരണം മറ്റത് നിങ്ങൾ കട്ടുപാല് കുടിക്കുന്ന ഒരു അവസ്ഥ. എപ്പോഴും പേടിച്ചിരിക്കണം, ഇന്നല്ലെങ്കിൽ നാളെ പിടിക്കപ്പെടും. ആ ഒരു ടെൻഷൻ കൊണ്ട് ജീവിക്കേണ്ട എന്ന് തോന്നുക ആണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ഫോളോ ചെയ്യുക. ജീവിതം സന്തോഷകരമാക്കുക.